അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാദുൽ ആഖിറിലെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു ഫളിൽ എന്തെന്ന് വെച്ചാൽ, ഒരു സഹോദരിയുടെ പ്രയാസങ്ങൾ റബ്ബ് നീക്കിക്കൊടുത്തതാണ്. 9 വർഷമായി 4 മക്കളെക്കൊണ്ട് എടങ്ങേറായി ജീവിക്കുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥന റബ്ബ് കേട്ടത്. 9 വർഷം സ്വന്തം വീട്ടിൽ 4 മക്കളെയും കൊണ്ട് വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ, ചെലവിനോ മറ്റുള്ള വകക്കോ ഒന്നും ഇല്ലാതെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സഹോദരി, അവരുടെ ഭർത്താവ് മദ്യം കഴിച്ച് എന്നും വീട്ടിൽ വന്ന് വഴക്ക് കൂടുകയും തമ്മിൽ തല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു 9 വർഷങ്ങൾക്ക് മുമ്പ്. 4 പിഞ്ചു മക്കളുള്ള ഈ ഒരു ഭർത്താവ് സ്വന്തം മക്കളുടെ കാര്യങ്ങളോ ഭാര്യയുടെ കാര്യങ്ങളോ മാതാപിതാക്കളുടെ കാര്യങ്ങളോ നോക്കാതെ കിട്ടുന്ന പണം എല്ലാം മദ്യപാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അതുവഴി ചീത്ത സ്വഭാവത്തിലേക്കും ചീത്ത കൂട്ടുകെട്ടിലേക്കും പോവുകയും സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്തു 9 വർഷം മുമ്പ്. എന്നാൽ പിന്നീട് ആ ഒരു സഹോദരി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ആരാരും നോക്കാനില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വന്നു. അവിടെ വയസ്സായിട്ടുള്ള ഒരു ഉമ്മ മാത്രം. കഷ്ടപ്പാടുകൾ ഏറെ സഹിച്ചുകൊണ്ട് ഈ സഹോദരി 4 മക്കളെയും വളർത്തിയെടുത്തു. മറ്റു വീട്ടുതൊഴിലിന് വേണ്ടിയിട്ടും വീട്ടുജോലിക്കും തൊഴിലുറപ്പിൻ്റെ പണികൾക്കുമൊക്കെ വേണ്ടി പോയി. ഈ 4 മക്കളെ പൊന്നുപോലെ ഈ ഒരു സഹോദരി നോക്കി വളർത്തി. കൂടെ റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു, സ്വന്തം ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു ദുശ്ശീലം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ഒരു സഹോദരി മുത്ത് റസൂലിൻ്റെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് 4444 വട്ടം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മദീനയിൽ കിടന്നുറങ്ങുന്ന മുത്ത് ഹബീബിൻ്റെ ഹളറത്തിലേക്ക് അത് ഹദിയ ചെയ്യും. ഇങ്ങനെ ഇത് തുടർച്ചയായി കൊണ്ട് ചെയ്തത് മൂലം ആ ഒരു സഹോദരിയുടെ ഭർത്താവിൻ്റെ സ്വഭാവം പാടെ മാറുകയും സ്വന്തം ഭർത്താവ് നല്ല സ്വാലിഹായൊരു മനുഷ്യനായിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഈ ഭാര്യയെയും 4 മക്കളെയും വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവർ റാഹത്തായി ജീവിക്കുന്നു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഈ ഒരു സഹോദരി പറഞ്ഞു തന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ആ ഒരു സഹോദരി സ്വന്തം എടങ്ങേറുകൾ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാതെ റബ്ബിൻ്റെ മുന്നിൽ തവക്കലോട് കൂടിയിട്ട് ദുആ ചെയ്യുകയും എല്ലാ ദിവസവും കഴിയുന്ന സ്വലാത്ത് ചൊല്ലി മുത്ത് റസൂലിൻ്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുകയും ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഫളില് കൊണ്ട് അല്ലാഹു തആല അവരുടെ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റിക്കൊടുക്കുകയും അവരുടെ ഭർത്താവ് ഇപ്പോൾ നല്ല സ്വാലിഹായൊരു മനുഷ്യനായി തീരുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളുണ്ടാവും, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതിന് മുത്ത് റസൂലിൻ്റെ ഹളറത്തിലേക്ക് 4444 വട്ടം സ്വലാത്ത്, നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് മതി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, ഈ ഒരു സ്വലാത്ത് ആയാലും മതി. ചെറിയ ഏതെങ്കിലും ഒരു സ്വലാത്ത് ആത്മാർത്ഥതയോട് കൂടി നല്ല തഖ്വയോട് കൂടി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് ചെയ്തത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. നമ്മുടെ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ സ്ഥിരമായിട്ട് നമുക്ക് കഴിയുന്ന അത്രയും എണ്ണം ഒറ്റ ഇരുപ്പിലൊന്നും 4444 വട്ടം ചൊല്ലി തീർക്കാൻ കഴിയില്ല. ഓരോ ദിവസവും നമ്മൾ ഓരോ 1000 വെച്ച് ചൊല്ലുകയാണെങ്കിൽ 4 ദിവസം കൊണ്ടത് പൂർത്തിയാക്കുവാനും സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.